ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഹൗസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരൽ ആൻഡ് ഡഫിയുടെ വാർ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നൊരു വർക്കാണ്. ഒരു കണ്ടംപററി പോയിറ്റ് ആണ്, അതുപോലെ തന്നെ സ്കോട്ടിഷ് ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ വർക്ക്സിൻ്റെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആയിരിക്കും. പിന്നെ ജെൻഡർ ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. കണ്ടംപററി റൈറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രസൻറ്റ് സിനാറിയോ ഒക്കെ ഉണ്ടല്ലോ, വാർ, ജെൻഡർ ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വർക്ക്സ് എന്ന് പറയുമ്പം ഒരു ഫാമിലിയിലായിട്ടും അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ അവർ ഒത്തിരി എഴുതുന്നുണ്ട്. അവരുടെ ലവ് പോംസ് എന്നൊക്കെ പറഞ്ഞാൽ മൊണലോഗ് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അധികം അങ്ങോട്ട് ആരും എക്സ്പ്ലോർ ചെയ്ത് പോകാത്ത വഴികളിലൂടെയൊക്കെ ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരു ഭ്രാന്തിയെ പോലെ. അങ്ങനെ അവരുടെ പോംസ് ഒക്കെ ഭയങ്കര നോട്ടബിളുമാണ്. ഓക്കെ, ഇനി ഡഫിയുടെ റൈറ്റിംഗ് എന്ന് വെച്ചാൽ can be both playful and serious as she explores topics such as queer identity, the power of language, and feminism. She is admired for the way she plays with the words and enhances or alters their meanings. ഇനി നമുക്ക് അവരുടെ ഫേമസ് കുറച്ച് വർക്ക്സ് നോക്കാം. സ്റ്റാൻഡിങ് ഫീമെയിൽ ന്യൂഡ് 1985, ദ വേൾഡ്സ് വൈഫ് 1999, ആൻഡ് റാപ്ചർ 2005. 2009 ബ്രിട്ടീഷിൻ്റെ ഫസ്റ്റ് ഫീമെയിൽ പോയറ്റ് ലൊറേറ്റ് ആയിട്ട് അവർ മാറുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു ക്രെഡിറ്റ് ആണ്. ഷീ ഫേമസ്ലി ഓൺലി എഗ്രീഡ് ടു ടേക്ക് ഓൺ ദ റോൾ ബിക്കോസ് നോ അതർ വിമൻ ഹാഡ് പ്രീവിയസ്ലി ഹെൽഡ് ഇറ്റ് ബിഫോർ ഹർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വർക്കിലേക്ക് പോവാം. ഈ ഒരു വർക്ക് എന്ന് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെ അൺട്രസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വേർഡിനെ ഡിപ്പെക്റ്റ് ചെയ്യാണ്. അൺട്രസ്റ്റ് എന്ന് വെച്ചാൽ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന ഈ ഒരു ലോകത്തെ, വേൾഡിനെ ആ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ കണ്ണിലൂടെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. 4 സ്റ്റാൻഡ്സ് ആയിട്ട് ഈ പോം ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം ചില 4 സ്റ്റാൻഡ്സ് 4 സെറ്റിങ്ങിലായിരിക്കും. അപ്പം ആദ്യം തുടങ്ങുന്നത് ഇദ്ദേഹത്തിൻ്റെ റൂമിൽ വെച്ച്, ഒരു പ്രൈവറ്റ് സെറ്റിങ്ങിൽ വെച്ചാണ് തുടങ്ങുന്നത്. ഒരു ഡാർക്ക് റൂം. അപ്പോൾ ഈ ഡാർക്ക് റൂം, ഇദ്ദേഹം ആക്ച്വലി ഫോട്ടോഗ്രാഫർ എന്ന് വെച്ചാൽ മെൻ്റലി കുറച്ച് ട്രോമാറ്റിക് കൂടിയാണ്. ഇതൊക്കെ വാർ സീൻസ് ഒക്കെ കണ്ട് ആകെ ഒരുമാതിരി വന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഡാർക്ക് റൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സുമായിരിക്കാം. അപ്പോൾ ഒരു ഡാർക്ക് റൂമിൽ അദ്ദേഹം ഇരിക്കുകയാണ്. In his dark room, which means a place of peace and tranquility. The man, നമ്മുടെ ഫോട്ടോഗ്രാഫർ, has been to all trouble spots of the world, such as ബെൽഫാസ്റ്റ്, ബെയ്റൂട്ട്, ഫെനം പെൻ, ഇതൊക്കെ ഇങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഇതുപോലെയുള്ള ഒത്തിരി അൺട്രസ്റ്റ് ആയിട്ടുള്ള ട്രബിൾ സ്പോട്സിലൂടെ ഇദ്ദേഹം പോയിട്ടുണ്ട്. ദിസ് ഷോസ് ദ എക്സ്റ്റെൻസ് ഓഫ് അൺട്രസ്റ്റ് ഇൻ ദ വേൾഡ്. കാരണം ഈ പ്ലേസസ് ഒക്കെ പലയിടത്ത് കിടക്കുന്നതാണ്. ഒരെണ്ണം നമ്മുടെ ബെയ്റൂട്ട് എന്ന് പറഞ്ഞാൽ ലെബനനിൽ കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു സ്ഥലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബെൽഫാസ്റ്റ്, അത് നമ്മുടെ നോർത്തേൺ അയർലൻഡിലുള്ള സ്ഥലമാണ്. അപ്പോൾ പലതും പല ദിക്കിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം എവിടെയാണ്, ഒരിടത്ത് പോലും ശാന്തമായിട്ട് നിൽക്കുന്നില്ല, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ഞാൻ ആ സ്ഥലങ്ങളുടെ സ്പെല്ലിങ് പറയാം. ബെൽഫാസ്റ്റ്, BELFAST, ബെയ്റൂട്ട്, BEIRUT, ആൻഡ് ഫെനം പെൻ, PHNOM PENH. Okay, ഇനി the photographer is then shown walking in a familiar part of the world which is peaceful in comparison to the places mentioned. For example, rural England, home again. അതായത് ഇപ്പോൾ ഇദ്ദേഹം എവിടെയാണ്, ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നത് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇടത്താണ്. എവിടെയാണ് ആ ഇടം? റൂറൽ ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഹോം പ്ലേസ് ആണ്. അവിടെ കുറച്ച് ട്രാങ്ക്വലൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ സമാധാനപരമായിട്ട് ഇരിക്കുകയാണ്. Okay, this gives the impression of an idyllic setting, and this is where he belongs. അപ്പോൾ ഇവിടെയാണ് ഇദ്ദേഹം ഉള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ. When the poet says field which don't explode beneath the feet, അതായത് എന്താണ്, നമ്മുടെ എന്താ ഇതിന് പറയുക, നമ്മുടെ ഗ്രാനൈഡ്, നമ്മൾ നടന്നു പോവുമായിരിക്കും, പക്ഷെ കാലിൻ്റെ താഴെ എവിടെയെങ്കിലും പോയി ചവിട്ടുന്നത് ഗ്രാനൈഡിലായിരിക്കും, അത് പൊട്ടി അങ്ങ് തെറിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ഫീൽഡ് ഉണ്ട്, പക്ഷെ ഒരിക്കലും നമ്മൾ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ കാലിൻ്റെ ഈ ഫീറ്റിൻ്റെ അടിയിൽ എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു ഫീൽഡ് അല്ല ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. Okay, this emphasis is again laid on the safety and peaceful life at home, shocking image and contrast with the violent abroad. The photographer has returned to England from an assignment abroad. അപ്പോൾ പുറത്തു വന്നിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വരികയാണ്. ഇതാണ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നൊരു കുഞ്ഞു സമ്മറിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹം ഇതുപോലെ എന്താണ് ഫോട്ടോഗ്രാഫ്സിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ ഹോം എന്ന് ഇദ്ദേഹം വിളിക്കുന്ന എവിടെയാണ്? റൂറൽ ഇംഗ്ലണ്ട്. അവിടുത്തെയും അതുപോലെ തന്നെ ഇദ്ദേഹം ഒത്തിരി പ്ലേസസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെയും ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. ഹി റിമെമ്പേഴ്സ് ദ പീപ്പിൾ ഇൻ ദ ഫോട്ടോസ് ആൻഡ് വാട്ട് ദേ ആർ ഡൂയിങ് വെൻ ഹി വാസ് ടേക്കിംഗ് ദെയർ ഇമേജസ്. അതായത് ഇദ്ദേഹം ചിന്തിക്കുകയാണ്, അതായത് ഇദ്ദേഹം ഈ ഒരു പിക്ക് എടുക്കുമ്പം അവരെന്ത് ചെയ്യുമായിരുന്നു എന്ന് ആലോചിക്കുകയാണ്. എന്ത് ചെയ്യുമായിരുന്നു? വാർ ഫോട്ടോഗ്രാഫറാണ്. അപ്പം യുദ്ധത്തിൻ്റെ ഇടയിൽ ആകെ മരിക്കാറായി കിടക്കുന്ന അവസ്ഥയിലൊക്കെയാണ് ഇദ്ദേഹം ആ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. He recollects how he looked to one man's wife for permission to take photograph of him suffering. Okay. അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായല്ലോ, ഓരോ ഫോട്ടോ എടുക്കുമ്പോഴേ അവരെ സഫർ ചെയ്യുന്ന സമയത്തെ ഫോട്ടോയാണ് ഇദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ട്രോമയായിരിക്കും അദ്ദേഹത്തിനുള്ളത്. നമുക്ക് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ ഒരു പിക്ക് ഉണ്ടല്ലോ, ഒരു കുട്ടി ഇങ്ങനെ മരിക്കാൻ വേണ്ടി കിടക്കുന്നു. അപ്പോൾ ഒരു വൾച്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ടു ഈറ്റ് ഹർ. അപ്പോൾ ആ സമയത്ത് ആ ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിന് അതിന് പുലിറ്റ്സർ പ്രൈസ് ഒക്കെ കിട്ടിയെങ്കിൽ പോലും ലൈഫ് ലോങ് അദ്ദേഹത്തിന് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. അദ്ദേഹം സൂയിസൈഡ് ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടാണ്? ആ കുട്ടിയെ ആ ഒരു സമയത്ത് സഹായിക്കാൻ പറ്റിയില്ല, ഹെൽപ്ലെസ് ആയിപ്പോയി അദ്ദേഹം. അതുപോലെ തന്നെയാണ് ഇവിടെയും ആ ഒരു സഫറിങ്ങിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു അഗണി എന്തുമാത്രമായിരിക്കും നമുക്കത് ഗസ് ചെയ്യാൻ പറ്റും. ദ ഫോട്ടോഗ്രാഫർ റിയലൈസസ് ദാറ്റ് പീപ്പിൾ ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് വർക്ക് ഫോർ മോർ ദാൻ എ ഷോർട്ട് ടൈം. അതിവിടെയാണ് നമ്മളെപ്പോഴും പറയും ആർട്ട് എന്താണ്? ട്രാൻസിയൻ്റ് ആണ്, എപ്പോഴും അതിങ്ങനെ നിലനിൽക്കും എന്ന് പറയും. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു കുറച്ച് സ്പാൻ ഓഫ് ടൈമിൽ മാത്രമേ ആൾക്കാർ ഇതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ആൾക്കാർ പറയും യുദ്ധം വേണ്ട, ഇനി യുദ്ധം വേണ്ട, അത് ഇതെന്നൊക്കെ പറയും. പക്ഷേ കുറച്ച് കഴിയുമ്പം അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? അവരും യുദ്ധത്തിനിറങ്ങും. നമ്മൾ റഷ്യ യുക്രൈൻ വാർ വന്നപ്പം എല്ലാ കൺട്രീസും പറഞ്ഞു ഇനി ഇങ്ങനൊരു യുദ്ധം ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇപ്പം എന്തേലും ഇസ്രായേലും പലസ്തീനും എന്താ നടക്കുന്നത്? അപ്പോൾ എന്താണെങ്കിലും ഇദ്ദേഹം പറയുന്നു ആ ഒരു ഫോട്ടോ അത് കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർ ഭയങ്കര ഇൻഡിഫറൻ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആർട്ടിനോടെന്ന് പറയാണ്. ആർട്ടിനോട്. ഓക്കെ. He knows that all of his work will be reduced to just a few pictures in a glossy magazine. അതായത് ഇദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടെടുത്ത ഫോട്ടോസാണ് വാർ ടൈമിലൊക്കെ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഗ്ലോസി മാഗസിനിലേക്ക് പോയി ചുരുങ്ങും. Talking to himself, he says that nobody cares about either him or the people he shows in his photos. അതായത് ഈ ഫോട്ടോ കാണുമ്പം ഇപ്പോൾ ആരും ഇദ്ദേഹത്തിനെ പറ്റി അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് ആരും ചിന്തിക്കുന്നില്ല. അതിലുപരി ആ ഫോട്ടോയിലുള്ള ആൾക്കാരെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ട് തോന്നിയൊരു ഫോട്ടോ ഉണ്ട്. ഒരു വാർ ടൈമിലാണെന്ന് തോന്നുന്നു. ഒരു കുട്ടി നമ്മുടെ കടലിനെ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്, കടലിനെ ഇങ്ങനെ ഉമ്മ വെച്ച് പാവം ഒരു തീരത്ത് ബീച്ചിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഓർമ്മയുണ്ടോ? അപ്പോൾ ഒത്തിരി വർഷമായത്. അതുപോലെ വേറൊരു ഫോട്ടോ നമ്മുടെ താലിബാൻകാർ പിടിച്ചടക്കിയപ്പം എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് എയ്റോപ്ലെയിനിലൊക്കെ പോയി കയറുമ്പം തൂങ്ങിയൊക്കെ താഴെ വീണ് മരിക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ? എന്ത് പെയിൻഫുൾ ആയിരുന്നു. ഓക്കെ. പക്ഷേ ഫോട്ടോസ് ഇദ്ദേഹം പറയുന്ന പോലെ ഒന്നുമല്ല, നമ്മുടെ മനസ്സിലിങ്ങനെ നിലനിൽക്കും. പക്ഷേ എല്ലാവരും കുറച്ച് ഇൻഡിഫറൻ്റ് ആയിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ ആരും അതങ്ങനെ ഓർത്ത് വെക്കാറൊന്നും പോകുന്നില്ല. ഓക്കെ. ആ ഒരു ഇൻഡിഫറൻസ് ആണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്കിനി ഓരോ സ്റ്റാൻസ വൈസ് നോക്കാം, അതിൻ്റെ അനാലിസിസ് നോക്കാം. ഈ ഒരു ടൈറ്റിൽ വാർ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ ആക്ച്വലി കാണിക്കുന്നത് ഈ റൂറൽ ഇംഗ്ലണ്ടിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ യുദ്ധം നടക്കുന്ന സ്ഥലം. അപ്പം നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞില്ലേ, ബെൽഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, നോർത്തേൺ ഐലൻഡ്, ലെബനൻ, കംബോഡിയ. അപ്പോൾ ഇവിടെയൊക്കെ തമ്മിലുള്ള ആ ഒരു ഇൻഡിഫറൻസ് അതിനെ പറ്റിയിട്ടാണ് കാണിച്ചു തരുന്നത്. ഓർ ദ കംഫർട്ട് ഓഫ് ദ ന്യൂസ് പേപ്പർ എഡിറ്റർ ആൻഡ് ഇറ്റ്സ് റീഡേഴ്സ് ആൻഡ് ദ സഫറിങ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഫോട്ടോഗ്രാഫ്സ്. ദർ ഇസ് നോ നെയിം ടു ദ ഫോട്ടോഗ്രാഫർ. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ആണ്, എല്ലാവർക്കും വേണ്ടിയുള്ള ആളാണ്. ഫോട്ടോഗ്രാഫറിന് പേരൊന്നുമില്ല. ഹി ഈസ് അനോണിമസ് ആൻഡ് കുഡ് ബി എനി ഓഫ് ദോസ് ഹൂ ഡു ദ റെക്കോർഡിംഗ് ഓഫ് ദ വാർ സീൻസ്. He is neither an observer nor a recorder of others' lives. He is just an outsider who keeps moving between two walls but doesn't feel comfortable in anything. അതായത് ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഹോം ഇവിടെ എത്തുമ്പോൾ കുറച്ച് പീസ് ആണെങ്കിൽ പോലും അപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്. ഈ ഫോട്ടോയൊക്കെ നോക്കി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. സെയിം ടൈം അദ്ദേഹം വാർ ടൈമിലാണെങ്കിലും എന്താണ്? ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ രണ്ട് വേൾഡിലും അദ്ദേഹം ഒരിക്കലും കംഫർട്ടബിൾ അല്ല എന്ന് പറയാണ്. Through the words like ordered rows of film spools, the poet may mean to suggest the way the photographer tries to bring into order what he has recorded and interpret or make sense of it. The image also brings to mind the visions of a graveyard scene where the spools of the film are gravestones.
അതായത് നമ്മൾ ഈ ഫോട്ടോ എടുത്തിട്ട് ഇതിനെല്ലാത്തിനെയും കൂടെ ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ ഇദ്ദേഹം പിന്നെ ഈ ഫോട്ടോ കാണുകയാണ്. അപ്പോൾ ഇദ്ദേഹം പിന്നെയും ഇതിൽ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. A similar way, the poet compares the photographer to a priest, represents his seriousness towards his job and how by taking their photographs he helps those who are helpless. അപ്പോൾ ഇദ്ദേഹത്തിനെ കമ്പയർ ചെയ്യുന്നത് ഒരു പ്രീസ്റ്റുമായിട്ടാണ്. അപ്പോൾ പ്രീസ്റ്റിന്റെ ഡ്യൂട്ടി എന്താണ്? സഹായിക്കുക, ആ ഒരു സംഭവമല്ലേ. അപ്പോൾ സഹായിക്കുക. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നത് അദ്ദേഹം ഒരു പ്രീസ്റ്റ് കണക്കാണ്, അദ്ദേഹം സഹായിക്കാൻ ആരുമില്ലാത്തവരെ സഹായിക്കുകയാണ്, അങ്ങനെ എടുത്ത് പറയാണ്. His dark room is a resemblance to a church wherein his red light is similar to a colored lantern. അപ്പോൾ ആ ഒരു സിമിലിക്ക് ബാക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡാർക്ക് റൂം കമ്പയർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ചർച്ചുമായിട്ടും. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ റൂമിലെ ലെഡ് ലൈറ്റ് അവിടുത്തെ ലാന്തേണുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. The poet has appropriately used this image here as similar to a priest. He also gives sermons on how fragile we have become and how short-lived our life has become. ഇനി സെക്കൻഡ് സ്റ്റാൻസയിൽ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ രണ്ട് വേൾഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, രണ്ട് വേൾഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒരു വേൾഡ് എന്ന് വെച്ചാൽ വെരി കാമാണ്, കൂളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോബിൽ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഡാർക്ക് റൂമിലേക്ക് വരുമ്പോൾ, അപ്പം വാർ ടൈമിലാണെങ്കിൽ ഇദ്ദേഹം എന്താണ്? ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രീസ്റ്റിനെ പോലെയൊക്കെ ഇദ്ദേഹം ജോലി ചെയ്യും. പക്ഷെ ഡാർക്ക് റൂമിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹാൻഡ്സ് ഒക്കെ എന്ത് ചെയ്യും? ട്രെമ്പിൾ ചെയ്യും. അപ്പോൾ അദ്ദേഹം അത്രയും കാമല്ല. He sees the ghost of dead soldiers and dead people in the prints of the photographs that he has developed. This means that the impact of photographs doesn't leave him off even after he has arrived home. അപ്പം വീട്ടിൽ തിരിച്ചെത്തിയാൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് അദ്ദേഹത്തിൽ നിന്നും പോകുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തേർഡ് സ്റ്റാൻസർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വാർ ടൈമിൽ ഒരാൾ മരിച്ചു. അപ്പം the picture of the dead man's wife also starts coming to his mind. He remembers her cries and thinks about how he was able to seek the approval of that dead man's wife. Though getting her permission to take her dead husband's photograph was tough enough, yet he could make it without speaking even a single word to her. This was a very traumatic situation for the photographer. It is as if the wife should allow him to record the event while the blood stains into foreign dust. ഇനി ഫൈനൽ സ്റ്റാൻസയിൽ പറയുന്നത് ഈ ഫോട്ടോ കാണുമ്പോൾ റീഡേഴ്സിൻ്റെ മിക്സ്ഡ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ചിലരത് വായിക്കും, ചിലർക്കത് മനസ്സിലാവും ഫോട്ടോഗ്രാഫിൻ്റെ ആക്കണി, പക്ഷെ ചിലർ ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഇത്രയും ഇഷ്ടമാതിരി ഹൺഡ്രഡ്സ് ഓഫ് വാർ ഫോട്ടോഗ്രാഫ്സ് കൊണ്ട് കൊടുക്കുകയാണെങ്കിലും എഡിറ്റർ എന്ത് ചെയ്യും? ഒരു 3, 4, 5, 6 എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും? അത് പബ്ലിഷ് ചെയ്യും എന്ന് പറയാണ്. Through the use of a phrase like 100 agonies, the poet brings to light the contents of the photos and it depicts how devastating and important war is even in the harmless form of photo. However, the readers are very well aware of the fact that merely a small selection would be opted for having an impact on the readers. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചൂസ് ചെയ്ത് ഫോട്ടോയൊക്കെ ഇടുമ്പോൾ ആൾക്കാർ എന്തായിരിക്കും ചെയ്യുന്നത്? അവർ ചിലപ്പോൾ ഇതുപോലെ ഫോട്ടോഗ്രാഫർ ഒരു സൺഡേ മോർണിംഗ് ഇങ്ങനെ വെറുതെ കുളിച്ചുകൊണ്ടിരിക്കുമ്പം, അല്ലെങ്കിൽ ഒരു ലഞ്ച് ടൈമിൽ ഒരു ബിയറൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ജസ്റ്റ് ഇങ്ങനെ അവർ കണ്ണോടിച്ച് പോകുന്നത്. അപ്പോൾ ആ ഒരു പെയിനും ഒന്നും റീഡേഴ്സിലേക്ക് എത്തുന്നില്ല, അവർ ജസ്റ്റ് എന്തോ പോലെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ ചില റീഡേഴ്സ് അവർക്ക് ഈ ഒരു ഫോട്ടോയെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും, അവരുടെ കണ്ണിലൂടെ കണ്ണുനീരൊക്കെ വരും. പക്ഷേ ഫോട്ടോഗ്രാഫറിന് അറിയാം ചിലർക്ക് ഒന്നും മനസ്സിലാവില്ല. ഭയങ്കര കംഫർട്ട് സോണിൽ ജീവിക്കുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ ആ ഒരു വിക്ടിംസിൻ്റെ സഫറിങ്ങോ അല്ലെങ്കിൽ ആ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറിൻ്റെ പെയിനോ അതൊന്നും അവർക്ക് മനസ്സിലാവില്ല. The readers are just confined to their small world full of worries and needs. അവർക്ക് എപ്പോഴും അവരുടെ വറീസ്, അവരുടെ നീഡ്സ്, അതിനെപ്പറ്റി മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇത് ഇനി കമൻറ്റ് ബോക്സ് വന്ന് പൂരപ്പുറമ്പാക്കരുത്. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ വാർ നടക്കുന്നു, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഭയങ്കര ഡയലോഗ് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അവിടെ ജീവിക്കുന്ന ഒരു ജനതയുടെ കഷ്ടപ്പാട് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവർ കടന്നു പോകുന്ന പെയിൻ നമുക്ക് ഇവിടെ നിന്ന് ആവശ്യം പോലെ കമൻറ്റും അവിടെ ഇത് നടക്കുന്നതിന് ഇവിടെ നമുക്ക് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാര്യമില്ല എന്നല്ല, ഇവിടെ ഒന്ന് സമ്മർദ്ദത്തിന് നമുക്കൊരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ വറീസും നമ്മുടെ നീഡ്സും തന്നെ ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. They can never be like the photographer who himself has seen the difference between the world of war and world of baths and beer.
ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം ഈസ് വിത്ത് ഫുൾ ഓഫ് കളേഴ്സ് ആൻഡ് മ്യൂസിക് എന്ന് പറയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഒന്ന് റീച്ച് കിട്ടണം, അതിനുവേണ്ടി നമ്മളടുത്ത് ചെയ്യുന്നതായിരിക്കും. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ വിത്ത് അവർ ഓൺ വറീസ് ആൻഡ് നീഡ്സ് ആയിട്ട് നടക്കുകയാണ്. അതുപോലെ തന്നെയാണ് ആൾക്കാരും. നല്ല ആനുകാലികമായിട്ടുള്ള ഒരു പോം, നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് കത്തിയും എഴുതി വെക്കാൻ പറ്റും. ഇൻ ദ ലാസ്റ്റ് 2 lines, the photographer looks at the place from an aeroplane. He earns his living and they do not care. ഇതിൻ്റെ തീംസ് പറയാം കേട്ടോ. നമുക്ക് എഴുതാൻ പറ്റുന്ന തീംസ് തന്നെയാണ്. ബ്രൂട്ടാലിറ്റി ഓഫ് വാർ ഉണ്ട്, ഡിസ്ട്രക്ഷൻ ഉണ്ട്, ഡെത്ത് ഉണ്ട്, ടെറർ ഉണ്ട്, പിന്നെ ഇമ്പാസിവിറ്റി ഉണ്ട്, ആൻഡ് ഇഗ്നറൻസ്. അതിൽ ഏറ്റവും കഷ്ടം ഇഗ്നറൻസ് ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തീം ഓഫ് ദ പോം ഈസ് ദ ബ്രൂട്ടാലിറ്റി ഓഫ് വാർ. ത്രൂ ദ പിക്ചേഴ്സ് ടേക്കൺ ബൈ ദ ഫോട്ടോഗ്രാഫർ, the poet presents how shocking the effects of war is. Even the pictures threaten the poetic persona of the poem. Moreover, the last stanza of the poem depicts the ignorance of the mankind. അതാണ് ഏറ്റവും കഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. The poets criticize the editors who aren't even compassionate with those who capture the horrid scenes of war. ഇപ്പോൾ എഡിറ്റേഴ്സിന് എന്താണ്, അവർക്ക് ഫോട്ടോ വേണം. ഏതൊരു സിനിമയുണ്ടല്ലോ, മറന്നുപോയി കേട്ടോ പേര്, ദിലീപിൻ്റെ ഒരു സിനിമയാണ്. അല്ലെങ്കിൽ അവർക്ക് ന്യൂസ് വേണം. അപ്പോൾ ഇവർ കടന്നു പോകുന്ന ഈ ഒരു വിഷമത്തെ പറ്റിയിട്ട്, അഗ്നിയെ പറ്റിയിട്ടോ ആരും they don't care. Apart from that, the impassive outlook of his countrymen is present in these lines. From the aeroplane, he stares impassively at where he earns his living and they do not care. However, the terrifying photographs, along with the description of the photographer's mental state, collectively present the horrendous nature of war. ഓക്കെ, ഇതാണ് നമ്മുടെ പോം കേട്ടോ. ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു കൺക്ലൂ പോലെ പറയുകയാണെങ്കിൽ, ഈ പോയത്തിലുടനീളം നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഐസൊലേഷനും ഡിറ്റാച്ച്മെൻറ്റും ഒക്കെ കാണാൻ പറ്റും. ആ ഒരു റോൾ അവരിതൊക്കെ കാണുകയാണ്. അപ്പോൾ അവർ കാണുക എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അവർ ടൈമിനെ ഫ്രീസ് ചെയ്യുകയാണ്. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിനെ ഫ്രീസ് ചെയ്ത ഒരു ഫോട്ടോ എടുക്കുകയാണ്. പക്ഷേ അതെപ്പോഴും അവരുടെ മനസ്സിൽ ഇങ്ങനെ കാണും. ഇപ്പം നമ്മൾ എന്തിനാണ് ഫോട്ടോ എടുത്ത് വെക്കുന്നത്? ഫോർ മെമ്മറി അല്ലേ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എവിടെ പോയാലും സെൽഫി ഒന്നും എടുക്കാൻ ഇഷ്ടമല്ല. ലൈക്ക് ആ ഒരു ടൈമിൽ ഹീ ഈസ് ലിവിങ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. അപ്പോൾ ആ മൊമെൻറ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രഷ്യസ് ആയിട്ട് കാണും. ഫോട്ടോ ഒന്നും എടുക്കത്തില്ല എപ്പോഴും, പക്ഷെ അത് ഓർമ്മയും കാണണം. പക്ഷെ നമ്മൾ എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു മെമ്മറിയാണ്. അതുപോലെയാണ് ഫോട്ടോഗ്രാഫറിൻ്റെ അവസ്ഥ. ആ സമയത്ത് അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നീട് ആ ഒരു ഫോട്ടോ തന്നെ അദ്ദേഹം കാണുകയും വരുന്നുണ്ട്. അത് അവിടെ കാണുന്നത് കേട്ടോ. The poem explores how the complex relationship between documenting suffering and the audience responds to such images. അപ്പം എന്ത് കഷ്ടപ്പെട്ടായിരിക്കും അവർ ഈ പിക്ചർ എടുക്കുന്നത്, പക്ഷെ ഓഡിയൻസ് ഭയങ്കര ഇഗ്നറൻ്റ് ആയിരിക്കും. ഇപ്പം ഒരു തമാശ രൂപേണ അങ്ങനെ പറഞ്ഞുകൂടെങ്കിലും ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഭയങ്കര എന്തെങ്കിലും ഒരു കോമഡി, ആ കോമഡി ആരുടെയെങ്കിലും പോയി ഷെയർ ചെയ്യാണ്, ഭയങ്കര സംഭവമാണ്, നമ്മൾ ഭയങ്കര ചിരിച്ച് ഭയങ്കര രസത്തില്ലെങ്കിൽ പറയുമ്പോൾ അവർക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് വല്ലാത്തൊരു വിഷമം, ഒരു എംബാരസിങ് ഒക്കെ തോന്നൂലേ. അപ്പം അതുപോലെ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ആ ഒരു വാർ ടൈമിൽ എടുക്കുന്ന പിക്ക് കൊണ്ടുവന്ന് കാണിക്കുമ്പം ഇത് പോരാ, വേറെ വേണം എന്നൊക്കെ പറയുന്നൊരു അവസ്ഥ എന്തായിരിക്കും? Okay. It raises questions about the purpose and impact of war photography, ultimately leaving the reader to contemplate the moral and emotional dilemmas faced by those who document the brutal realities of war. അതായത് ഈ ഒരു നമുക്ക് അവരുടെ ഉള്ളിലൊരു മോറൽ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് ഡിലേമ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പാലസ്തീനിലെ ഇഷ്യൂവിൽ ഒരു കുട്ടി ഡെഡ് ബോഡി ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടു തകർന്നു പോയി. പക്ഷെ ആ ഫോട്ടോയുടെ അടിയിൽ വന്നിട്ട് പോലും ആൾക്കാർ തമ്മിൽ തല്ലുകയാണ്. ആ ഫോട്ടോ കണ്ട് നമുക്ക് വിഷമമുണ്ട്, പക്ഷെ ഒരു 5 മിനിറ്റ് വിഷമം, 5 മിനിറ്റ് പോലും 5 സെക്കൻഡ് കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് തമ്മിൽ തല്ലാണ്. അപ്പം അത് പലസ്തീൻ കുട്ടിയായാലും ഇസ്രായേൽ കുട്ടിയായാലും അതൊരു കുഞ്ഞു ജീവനാണ് അല്ലേ. അപ്പം അത് ഒരു തെറ്റും ചെയ്യാതെ മരിച്ച പാവമാണ്. എന്നിട്ടും അവർ തമ്മിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെയാണ് എല്ലാം. നമുക്കൊരു പ്രശ്നം വരുന്നത് വരെ നമ്മൾ വേറെ ആ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ഒരിക്കലും വറി ചെയ്യില്ല. നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് മാത്രമേ നമ്മൾ വറി ചെയ്യുള്ളൂ. ആ ഒരു ഇത് നമുക്ക് വരുമ്പോൾ മാത്രം നമുക്ക് വിഷമം മനസ്സിലാവും. ഓക്കെ, ദിസ് ഈസ് ഓൾ അവർ പോം. താങ്ക് യു ഫോർ വാച്ചിങ്.